നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 5 ആയ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാലൻസ് ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതാണ്? അടിമ സമ്പ്രദായത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്ത്രീകളുടെ പദവിയെ കുറിച്ചാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന സ്ത്രീകളുടെ പദവിയെ കുറിച്ചാണ്. Okay, let us see. Okay. ശൈശവ വിവാഹവും സതി അനുഷ്ഠാനവും രാജ്യത്തിന്റെ പല ഭാഗത്തും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു, അല്ലെ? അപ്പൊ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ആരായിരുന്നു? ഫ്രഞ്ച് സഞ്ചാരി ആയിരുന്നു. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. അതായത് ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു, ഇറ്റാലിയൻ സഞ്ചാരി ആരാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇബ്നു ബത്തൂത്തയെ കുറിച്ച് പഠിച്ചു, ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ മൊറോക്കോ സഞ്ചാരി ആരാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അങ്ങനെയുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു? ഫ്രാങ്കോയിസ് ബെർണിയർ. ആരായിരുന്നു? അന്നത്തെ കാലത്ത്, അതായത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അക്കാലത്ത് നമുക്കറിയാം, നമ്മൾ സതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പോൾ സതി അനുഷ്ഠാനം നേരിൽ കണ്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കാർഷികേതര മേഖലകളിലെ സ്ത്രീകളുടെ പങ്ക് പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പൊ ഇതില് ഇദ്ദേഹം പറയുന്നത് സതി എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യണം? ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നാണ്, അല്ലെ? അപ്പോ അതിനെ പറയുന്ന പേരാണ് സതി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾ ജോലി അക്ബർ നാമ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പുനർവിവാഹം, അതായത് കുട്ടികളെ ശൈശവ വിവാഹമായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് റീഫോമേഴ്സ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മുൻ ക്ലാസ്സുകളിലൊക്കെ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളിലും പെൺകുട്ടികൾ, അതായത് സ്ത്രീകൾ എന്ത് ചെയ്തു? പങ്കാളികളാവുകയും അതുപോലെ നൂൽപ്പ്, മൺപാത്ര നിർമ്മാണം, വസ്ത്രാലങ്കാരം എന്നീ രംഗങ്ങളിൽ എന്ത് ചെയ്തു? ഈ സ്ത്രീകൾ പ്രവർത്തിക്കുകയുണ്ടായി. അതുപോലെ ഉന്നത രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ച നിരവധി സ്ത്രീകൾ എന്ത് ചെയ്തു? അക്കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സുൽത്താന റസിയ. ആരായിരുന്നു? മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിന്റെ പത്നി നൂർജഹാനും ആരാണ്? ഈ ഭരണകാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളാണ് അക്കാലത്ത് അതായത് മധ്യകാല ഇന്ത്യയുടെ ആ ഒരു ടൈമില് മുഗൾ ചക്രവർത്തി ആയിരുന്ന നമ്മുടെ ജഹാംഗീറിന്റെ പത്നിയായിരുന്നു ആര്? നൂർജഹാൻ. അതുപോലെ നൂർജഹാനും അതുപോലെ തന്നെ സുൽത്താന റസിയയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭരണകാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച രണ്ട് സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഹുമയൂണിന്റെ സഹോദരിയായിരുന്ന ഗുൽബദാൻ ബീഗം, അതുപോലെ ഷാജഹാന്റെ മകളായ ജഹനാര, ശിവജിയുടെ മാതാവായ ജീജാഭ എന്നിവരും ഈ വിവിധ പദവികൾ വഹിച്ചവരായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റസ് മൂവ് ഓൺ. ഏതാണ്? ജാതി വ്യവസ്ഥയെ കുറിച്ചാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജാതി അടിസ്ഥാനമാക്കി അക്കാലത്തും എന്തുണ്ടായിരുന്നു? ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിൽ എന്തെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജാതികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. പിന്നെ അതുപോലെ പുതിയ തൊഴിൽ കൂട്ടങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഒരു തൊഴിലിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയായി എന്ത് ചെയ്തു? പരിഗണിക്കുകയാണ് ഉണ്ടായത്. അതായത് മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ തൊഴിൽ കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി ഇങ്ങനെ പരാമർശിക്കുന്ന ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുഗൾ ഭരണാധികാരിയായ ബാബറിന്റെ ഗ്രന്ഥമാണ് ഏത്? ബാബർ നാമ എന്ന് ഓർത്തു വെക്കുക. ബാബറിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഏത്? ബാബർ നാമ. ബാബർ എഴുതിയതാണ് ബാബർ നാമ. അതിൽ തന്നെ ഉണ്ട്, പേരിൽ തന്നെ ഉണ്ട് ഉത്തരം, അല്ലേ?
അപ്പോൾ ബാബർ എഴുതിയത് ബാബർ നാമ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ തൊഴിലുകളെ കുറിച്ച്. അതായത് ഓരോ തൊഴിലും ചെയ്ത വ്യത്യസ്ത തൊഴിലുകളിൽ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എങ്കിലും ഓരോ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരെ ഓരോ ജാതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ കോഡ്സ് ആണിത്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത് ഉത്തരേന്ത്യയിലേതിന് സമാനമായി തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള ജാതി വിഭജനം തന്നെയായിരുന്നു ദക്ഷിണേന്ത്യയിലും അക്കാലത്ത് നിലനിന്നിരുന്നത്. ദക്ഷിണേന്ത്യയിൽ ജാതികളെ പൊതുവെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ദക്ഷിണേന്ത്യയിൽ ജാതികളെ പൊതുവെ എങ്ങനെയാണ് തിരിച്ചിരുന്നത്? ഇടങ്കൈ വലങ്കൈ എന്നൊക്കെയാണ് രണ്ടായി വിഭജിച്ചിരുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ജാതിയെ തിരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇടങ്കൈ വലങ്കൈ എന്ന് പറഞ്ഞ് എന്തിനെയാണ് വേർതിരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? ജാതിയെയാണ്. എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. അതായത് കച്ചവടം, കൈത്തൊഴിലുകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരെ പൊതുവെ ഇടങ്കൈ ജാതികളായി പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ ഇടങ്കൈയിൽ ആരാണ്? കച്ചവടവും കൈത്തൊഴിലും ചെയ്തവരാണ് ഇടങ്കൈയിൽ വരുന്നത്. അടുത്ത് വലം കൈയിൽ ആരാണ് വരുന്നതെന്ന് നോക്കുക. അതായത് കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരെയാണ് വലങ്കൈ ജാതികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ മധ്യകാല ലോകത്തെ സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് ഓർത്തു വെക്കുക. സാമ്പത്തിക രംഗത്തുണ്ടായ ഈ പുരോഗതികൾ എന്ത് ചെയ്തു? കലാ സാംസ്കാരിക രംഗത്തെ വളർച്ചയെ വളരെയധികം സഹായിച്ചു. ഈ സമ്പന്നതയാണ് അക്കാലത്തുണ്ടായ ക്ഷേത്രങ്ങൾ അതുപോലെ സ്മാരകങ്ങളുടെയൊക്കെ നിർമ്മിതിക്ക് ഏറ്റവും അടിസ്ഥാനമായതെന്ന് ഓർത്തു വെക്കുക. എന്നാൽ സാമ്പത്തിക പുരോഗതി ഒരു ചെറിയ വിഭാഗം മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ എന്നുള്ള കാര്യവും മറക്കരുത്, അത് ഓർത്തു വെക്കുക. അതുപോലെ ബഹുഭൂരിപക്ഷവും ജീവിച്ചത് എങ്ങനെയായിരുന്നു? ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അതുപോലെ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? കാർഷിക പുരോഗതി, കൈത്തൊഴിലും കരകൗശലവും, വാണിജ്യവും കച്ചവടവും, നാണയ വ്യവസ്ഥ, നഗരങ്ങൾ. അതുപോലെ സമൂഹം എങ്ങനെയായിരുന്നു? അടിമ സമ്പ്രദായം, സ്ത്രീ പദവി, ജാതി വ്യവസ്ഥ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചു. അതിൽ എന്തൊക്കെ വരും? കാർഷിക പുരോഗതി എങ്ങനെയായിരുന്നു? കൈത്തൊഴിലും കരകൗശലവും എങ്ങനെയായിരുന്നു? വാണിജ്യവും കച്ചവടവും എങ്ങനെയായിരുന്നു? നാണയം എങ്ങനെയായിരുന്നു? നഗരങ്ങൾ ഏതൊക്കെയാണ് പുതുതായിട്ട് വന്നത്? അവിടുത്തെ സമൂഹം എന്താണ്? അതുപോലെ അടിമ സമ്പ്രദായം എന്താണ്? സ്ത്രീ പദവി എന്താണ്? ജാതി വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ബാബർ എഴുതിയ ബുക്കിന്റെ പേരെന്താണ്? ബാബർ നാമ എന്ന് പഠിച്ചു. വലങ്കൈ ഇടങ്കൈ എന്ന് പറഞ്ഞ് ജാതികളെ ഡിവൈഡ് ചെയ്തത് നമ്മൾ പഠിച്ചു. സതീ സമ്പ്രദായത്തെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഖുദ് കഷ്തയും പാഹി കഷ്ത അത് ഓർത്തു വെക്കുക. പിന്നെ ഈ സമൂഹം എന്ന് പറയുന്ന ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നു? വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ടുമാറോ. ഓക്കെ, താങ്ക് യു.